ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്ന് ഞാനൊരു ഈസിയായ ഒരു പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഇത് രാവിലെ അണിച്ചിട്ട് കുട്ടി മോന് കരിയുന്നുണ്ട് എന്നല്ലെങ്കിൽ പായസം വേണോ എന്നപ്പോ രാവിലെ തന്നെ നമുക്ക് സേമിയ പായസം അങ്ങനെ ഒന്നും ചെയ്യാനല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്തൊക്കെയ ചെറിയൊരു തട്ടിക്കൂട്ടി പായസം ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ അടുത്ത് ഗീ റൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ ജീര റൈസ്, അപ്പോൾ അത് എടുത്ത് ഞാൻ ഒരു ഗ്ലാസ് ജീര റൈസ് കുക്കറിൽ വേവിച്ചിട്ട് അതിനെ മിക്സിയിൽ അടിച്ചത് ഇത്, പിന്നെ കുറച്ച് അത് ചോറ്, അതിൻ്റെ അരിക്കാത്ത ചോറ്, പിന്നെ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, പിന്നെ നട്ട്സും അണ്ടിപ്പരിപ്പും മുന്തിരിയും, പിന്നെ ഒരു കപ്പ് പഞ്ചസാര, ഒരു കൊട്ട പാല്. അങ്ങനെ ഇതെല്ലാം കൂട്ടിയിട്ട് നമുക്കൊരു ചെറിയൊരു തട്ടിക്കുട്ടി പായസം ഉണ്ടാക്കാന്ന് വിചാരിച്ചു രാവിലെ തന്നെ. അപ്പൊ ഇത് രാവിലെ ആക്കി ഇത് വൈകുന്നേരമുള്ളവർ കുടിച്ചുകൊണ്ടിരിക്കും, പിന്നെ ഒന്നും വേണ്ട. അങ്ങനെ ഇത് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ ഇതാ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. പിന്നെ ഞാനിതിലേക്ക് ബട്ടർ ഇടുന്നത് നെയ്യ് ഉണ്ടാണ്. നെയ്യിട്ടോ, എണ്ണ കൂട്ടുന്ന ആൾ എണ്ണ കൂട്ടോ, എണ്ണ കൂട്ടിക്കോ, ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. എൻ്റെ അടുത്ത് ബട്ടർ ഉണ്ടായിന്, നെയ്യില്ല, അതുകൊണ്ട് ഞാൻ ബട്ടർ ഇടാത്ത. ചട്ടി നല്ലതുപോലെ ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ബട്ടർ ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് ചട്ടി ചൂടായി, ഇതിലേക്ക് ബട്ടർ ഇട്ടിട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കാം. അത് നല്ലതുപോലെ ഒരു ബ്രൗൺ നിറായിട്ട്, ഇത് കുറച്ച് ഒരു ബ്രൗൺ നിറായി, എല്ലാം കുറച്ച് ബ്രൗൺ നിറാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു ക്യാരറ്റ് ഞാൻ എടുത്തിനത്, ക്യാരറ്റ് ഇട്ടിട്ടൊന്ന് കൊടുക്കാം, ഇളക്കി കൊടുക്കാം. നമുക്ക് മിൽക്ക് മെയ്ഡ്, ഫ്രഷ് ക്രീം എന്ത് ഉണ്ടതും നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ അതൊന്നും ഇല്ല, അതുകൊണ്ട് സിമ്പിളായിട്ട് ഒരു കൊട്ട പാലിൽ ആക്കുന്നത്. മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് ഇടാം, ഷുഗറിന് പകരമായിട്ട് മിൽക്ക് മെയ്ഡ് ഇടാം. ഫ്രഷ് ക്രീം ഒരു കവർ പാലിന് ഒരു അരക്കപ്പ് ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കാം. എന്ത് വേണം, നല്ല ഈസി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു പായസം, അല്ലാണ്ട് മറ്റേ നമ്മൾ സാധാരണ ആക്കുന്ന അങ്ങനത്തെ പായസം അല്ല. ഇത് നല്ല കുട്ടികൾ ഭക്ഷണം കഴിച്ച പോലെ തന്നെ ആവും ഇത് കഴിച്ചെങ്കിൽ. അതിലേക്ക് ഷുഗർ ഇടുന്നത് മാത്രം, ഷുഗർ ഇട്ടില്ല പിന്നെ അവർ കുടിക്കാനല്ലോ, മധുരം ഇല്ലാതെ കുടിക്കാനല്ലോ, നല്ല മധുരത്തോടെ തന്നെ ആയില്ലേ. അപ്പൊ ഇത് നല്ലൊരു മണമെല്ലാം വന്ന് കുറച്ച് ബ്രൗൺ നിറമെല്ലാം ആയി. ഇനി ഇത് കുറച്ച് നമുക്ക് ഇതിനെ മാറ്റിയിട്ട് വെക്കാം. അപ്പൊ നമ്മൊരു വേറെ പാത്രത്തിലേക്ക് ഇത് നമുക്ക് ഇനി ലാസ്റ്റ് ആഡ് ചെയ്യേണ്ടതാണ്. അപ്പൊ ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇനി അതിലതേ പാൻ നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട്
അതിലേക്ക് ഇത് മിക്സിയിൽ വെച്ചത് ചെറിയ അരിക്കൂട്ടില്ലേ, ജീര റൈസിൻ്റെ വേവിച്ചിട്ട് മിക്സിയിൽ അടിച്ചത്. അടിക്കുമ്പോൾ പാല് വേണമെങ്കിൽ കൂട്ടുന്ന പ്രശ്നമില്ല, പാല് കൂട്ടിക്കോ. പാല് കൂട്ടുന്നില്ല അങ്ങനെ അടിച്ചാൽ മതി. പിന്നെ ഇതിലേക്ക് ഒരു കവറ് പാല്, ഒരു കൊട്ട പാല് ഒഴിച്ച് കൊടുക്കാം. ഒരു കൊട്ടയോ പിന്നെ ആൾക്കനുസരിച്ചിട്ട് എങ്ങനെ എടുക്കാം. എത്ര ആളിൻ്റെ ഇതുപോലെ എടുത്തെങ്കിൽ ഞാൻ ഇപ്പോൾ അരി എടുത്തിനത് ഇത് ഇങ്ങനത്തെ ഈ ഒരു ഗ്ലാസ്സിൽ ആണ് ഫുള്ള് അരി എടുത്തിനത്. അപ്പോൾ അങ്ങനെ അനുസരിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇതാക്കാം. അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര, ഒരു കപ്പ് പഞ്ചസാര തന്നെ വേണം, ഇല്ലെങ്കിൽ മധുരം ഉണ്ടാവില്ല. അത് നല്ലതുപോലെ ഇളക്കി 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 കൊടുക്കുക, അരിക്കി പിടിക്കാണ്ട് ഇളക്കി കൊടുക്കുക. ഇത്ര തന്നെ, ഇതാണ് സിമ്പിൾ. ഇനി ഇതിലേക്ക് നമ്മൾ ഫസ്റ്റ് ഇത് വറുത്ത് വെച്ചിട്ടില്ലേ ക്യാരറ്റും കാഷ്നട്ടും മുന്തിരിയെല്ലാം അത് ലാസ്റ്റ് ഇട്ടിട്ട് നമുക്ക് കൊടുക്കാം. ഇത് പഞ്ചാര മെൽട്ടാവുന്നത് പോലെ ഇളക്കി കൊടുക്കാം. ഉപ്പ് വേണമെങ്കിൽ ഇടാം. ഉപ്പ് നമ്മൾ ഫസ്റ്റ് ചോറ് അരി വേവിക്കുന്നില്ലേ, അരി വേവിക്കുമ്പോൾ വെള്ളത്തിലേക്ക് ഒരു നുള്ളു ഉപ്പിടുന്ന അങ്ങനെ ഉപ്പിടാം. അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ഇതിലേക്ക് പായസത്തിന് അങ്ങനെയെങ്കിൽ ഇടുമ്പോൾ ഉപ്പ് അങ്ങനെ ഇട്ടിട്ട് കൊടുക്കാം. മധുരം കണക്ക് ഒരു കപ്പ് പഞ്ചസാര കണക്കുണ്ട്, നല്ല കണക്കായ മധുരം. ഇതെല്ലാം തിളക്കണം. നല്ല കുറച്ച് തിളവരോളം ഒന്ന് ക്ഷമയോടെ കാത്തിരിക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു നുള്ള് ഉപ്പ് ചേർക്കുന്നു. ഒരേ ഒരു നുള്ള് ഉപ്പ്. ഷുഗർ ബാലൻസ് ചെയ്യാനും, നല്ല മധുരം നല്ലതുപോലെ ബാലൻസ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പിട്ടിട്ട് കൊടുത്ത്. ഇത് നല്ല ചൂടോടെ കഴിക്കണം, ഉണ്ടെങ്കിലേ തണുക്കുമ്പോൾ ഇല്ലേ ഇത് അരി ചോറ് വേറെ ഇത് വേറെ ആവും, പാല് വേറെ ആവും. അതുകൊണ്ട് നമ്മൾ ഇത് കഴിക്കുമ്പോൾ എന്താക്കണം, അളം ചൂടാക്കിയിട്ട് കഴിച്ചോണ്ടിരിക്കുക. തണുപ്പിൽ കഴിക്കുമ്പോൾ രസം ഉണ്ടാവില്ല. ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ഫ്രഷ് ക്രീമെല്ലാം ഇട്ടെങ്കിൽ ഒരു വേറെ ഒരു ലെവലാവും. ഇതുപോലല്ല. കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായ ചോറില്ലേ, ആ ചോറൊന്ന് ഇട്ട് കൊടുക്കുക. അതിലേക്ക് അപ്പോൾ നമ്മുടെ പായസം നല്ലതുപോലെ തിളച്ച് വന്ന് നല്ലതുപോലെ കുറുക്കിയിട്ടുണ്ട്. ഇത് അടിക്ക് പിടിക്കാണ്ട് നോക്കണം. ഇത് പെട്ടെന്ന് അടി പിടിക്കും, ഇത് അരിയായതുകൊണ്ട്. അതുകൊണ്ട് പിന്നെ അടിക്ക് പിടിക്കാണ്ട് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം.
അരിക്ക് പിന്നെ അരിക്ക് പിടിച്ചെങ്കിൽ ഇതിന് ഇത് ഒന്നിനും പറ്റാല, അതിൻ്റെ മണം വേറെ തന്നെ ആവും. അതുകൊണ്ട് നല്ലതുപോലെ ഇങ്ങനെ സാവധാനം ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം തീ പെട്ടെന്ന് ഓഫാക്കണം. നമ്മളിത് നല്ല അടിപൊളി ഹെൽത്തിയായ പായസം ഇവിടെ റെഡി. ഇതിനെന്ത് കളറും ചേർക്കണ്ട, ഒന്നും ചേർക്കണ്ട. ക്യാരറ്റിന്റെ കളർ തന്നെ ഇതിലേക്ക്. പിന്നെ ബട്ടറായി, നട്സും ആയില്ലേ ഇതിലേക്ക്. ഇനി തീ ഓഫ് ചെയ്തിട്ട് വെക്കാം. നല്ല തണിഞ്ഞതിന് ശേഷം കുടിക്കാം. അപ്പൊ നമ്മുടെ പായസം ഇവിടെ റെഡി. കരണ്ട് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ വെച്ചത്. നല്ലത് അടിപൊളി പായസം. തനിമാക്ക് നല്ല തിക്കായിക്കൊണ്ട് പോകും. ഇപ്പൊ നമ്മുടെ അടിപൊളി ബാക്കിയുള്ളത് ഇതിലേക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കണ്ട, എങ്ങനെയാവും. അപ്പൊ ഇനി ചൂടാറിത്തേറ്റ് കുടിക്കാം. അപ്പൊ നമ്മുടെ അടിപൊളി ഈസിയായ വീട്ടിൽ ഉണ്ട സാധനം കൊണ്ട് നമുക്ക് ചെറിയ തരത്തിൽ പായസം ഉണ്ടാക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മുന്നിൽ വരും. ഓക്കെ, ബായ്, അസ്സലാമു അലൈക്കും.